ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഫോണൊന്ന് ചീത്തയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡേറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പതിവ് പോലെ രാവിലെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ കഴിഞ്ഞിട്ട് ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ബ്രദറാണ് കേട്ടോ ഇന്ന് ഏട്ടനെ കൊണ്ടാക്കുന്നത്. അവന് സ്കൂട്ടർ ഒന്ന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് അവനിങ്ങ് തിരിച്ചു വരും. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊന്നും വേറെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ്റെ ഫോണിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേ ഇനി അടുത്ത വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഏട്ടൻ വന്ന് അന്നത്തെ ദിവസം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം വിളക്ക് കത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജിയ മോളെല്ലാം എൻ്റെ വീട്ടിലോട്ടാക്കിയിട്ട് ഞങ്ങളിതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിയായുമായിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായി. പിന്നെ ചോറ് കഴിച്ചിട്ട് കിടന്ന് ഒന്ന് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ ഉറക്കം എണീറ്റ് വന്നതുകൊണ്ടാണ് മുഖം ഒത്തിരി കടുപ്പത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ പച്ചക്കറി കടയെടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ അടുത്തുള്ളൊരു മാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോണി എന്ന മാമൻ്റെ പേര്. അപ്പോൾ സംസാരിച്ചിട്ട് മാമനങ്ങ് പോയി. തൊട്ടടുത്ത കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം. ഒരുപാട് നേരം ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ജിയാനെ വീട്ടിലേപ്പിച്ചിട്ടാണ് വന്നത്. അവൾ ഒത്തിരി നേരം നിൽക്കത്തില്ല. കുറച്ച് ദിവസമായിട്ട് ഷവർമ കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചിക്കൻ എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് കോൺഫ്ലവറോടെ മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. പുറത്തുനിന്ന് വാങ്ങിത്തരാൻ പറഞ്ഞ ഇവിടുത്തെ ആളത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതിനൊക്കെ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിത്തരാൻ, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള എല്ലാം കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ വെജിറ്റബിൾസിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരും, പിന്നെ മയോണൈസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുബൂസ് എടുക്കാം. കുബൂസ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കണ്ട കുബൂസാണെന്നൊന്നും പറയത്തില്ല, ചപ്പാത്തിയൊക്കെ പോലെ ഇരിക്കും, പക്ഷേ അത് കുബൂസാണ്. അപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ കുബൂസിനകത്ത് കുറച്ച് മയണൈസ് എടുത്തിട്ട് അത് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. മയോണൈസ് ഇല്ലാതെ എന്ത് ഷവർമ അല്ലേ. ഉപ്പില്ലാത്ത കറികളൊക്കെ പോലെ ആയിരിക്കും. മയോണൈസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇല്ലാത്ത സമയത്ത് ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ്. നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. കുബൂസ് ചെയ്ത സമയത്തും ആളില്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. അപ്പോൾ അതായത് നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ്സൊക്കെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് നിറച്ച് വെക്കേണ്ട. നിറച്ച് വെച്ചാൽ ഭയങ്കര കട്ടി പോലെ ആവും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തങ്ങ് എടുക്കുക. ഇവിടെ മറ്റേ ബട്ടർ പേപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര പാടായിരിക്കും. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.